ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം നൽകിയ ഹർജി അടുത്ത മാസം പരിഗണിക്കാനായി സുപ്രീംകോടതി മാറ്റി. ഹർജി ജസ്റ്റിസ് പൻഡിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഈ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം വൈകുന്നതിനെതിരായ 2 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഒരു ഹർജി ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ഹർജിയിലാണ് ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കെ വേണുഗോപാൽ ഹാജരാകുകയും തുടർന്ന് ഈ ഹർജി ജസ്റ്റിസ് JB പർദിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അത് അംഗീകരിച്ചില്ല. കാരണം ഈ മെയ് 13 തുടങ്ങുന്ന ആഴ്ച അക്കാര്യത്തിൽ ഈ ഹർജി വീണ്ടും കേൾക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ മെയ് 13 ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മെയ് 13 ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പർദിവാലയുടെ ബെഞ്ചിലേക്ക് മാറ്റണമെന്ന ഒരു ആവശ്യത്തിൽ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തത് കാരണമാകാം ഒരുപക്ഷെ അദ്ദേഹം മെയ് 13 തുടങ്ങുന്ന ആഴ്ചയിൽ ഈ ഹർജികൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഹർജി ഇനി ഉടൻ ഒരു വാദം കേൾക്കൽ ഉണ്ടാകില്ല. മെയ് 13 മാത്രമേ കേൾക്കുകയുള്ളൂ. ഇതിനിടയിൽ ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടി സമയം നൽകണമെന്ന് കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. 22 മാസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം ആ ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നതെന്നും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ബാലഗോപാൽ, ബില്ലുകൾ പിടിച്ചുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി അടുത്ത മാസം പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി.